ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ മൊബൈലിലെ GPS തുറക്കും. എന്നാൽ 600 വർഷങ്ങൾക്ക് മുമ്പ് GPS ഇല്ല, റഡാർ ഇല്ല, ആധുനിക ഭൂപടങ്ങൾ പോലുമില്ല. എന്നിട്ടും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കടൽ താണ്ടി ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അഹമ്മദ് ഇബ്നു മാജിദ്. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ട്. അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ലോകവ്യാപാരത്തിൻ്റെ പ്രധാന പാതകളായിരുന്നു. അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്ന് കിഴക്കൻ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും കപ്പലുകൾ നിരന്തരം സഞ്ചരിച്ചിരുന്നു. എന്നാൽ ആ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. മാസങ്ങളോളം നീളുന്ന യാത്ര. ചിലപ്പോൾ കൊടുങ്കാറ്റ് വീശും. ചെറിയൊരു ദിശാപിശക് പോലും കപ്പലിനെയും യാത്രക്കാരെയും മരണത്തിലേക്ക് നയിക്കുമായിരുന്നു. അത്തരമൊരു കാലത്താണ് ഇബ്നു മാജിദ് ജീവിച്ചിരുന്നത്. ചരിത്രത്തിൽ കടലിൻ്റെ സിംഹമെന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അഹമ്മദ് ഇബ്നു മാജിദ് ഇബ്നു അംർ ഇബ്നു ഫളൽ ഇബ്നു അബി റക്കായിബ് അൻ-നജ്ദി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ, ഏകദേശം 12-ാം നൂറ്റാണ്ടിൽ യമനിൽ നിന്ന് ഇന്നത്തെ റാസൽ ഖൈമയിലെ ജുൽഫാർ എന്ന പഴയ തുറമുഖ നഗരത്തേക്ക് കുടിയേറിയവരായിരുന്നു. അഹമ്മദ് ബിൻ മാജിദ് തൻ്റെ വംശപരമ്പരയെ ബനു സഅദ് ഗോത്രവുമായി ബന്ധപ്പെടുത്തിയതായി കാണാം. അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമഹനും പ്രശസ്ത നാവിഗേഷൻ അധ്യാപകരായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം കടലിനെ ഒരു പുസ്തകമായി വായിക്കാൻ പഠിച്ചു. തിരമാലകളുടെ രൂപം, കടലിൻ്റെ നിറം, കാറ്റിൻ്റെ ഗതി, പക്ഷികളുടെ പറക്കൽ, നക്ഷത്രങ്ങളുടെ സ്ഥാനം ഇവയെല്ലാം ചേർത്ത് ദിശ കണ്ടെത്തി. ഏകദേശം 15 വയസ്സുള്ളപ്പോൾ കടൽ യാത്ര ആരംഭിച്ചുവെന്ന് കരുതുന്നു. തുടർന്ന് ഏകദേശം 5 വർഷത്തെ പരിശീലനത്തിന് ശേഷം പ്രഗത്ഭനായ നാവികനും അധ്യാപകനുമായി. ചരിത്രത്തിൽ വിശ്വാസത്തിൻ്റെ ധൂമകേതു എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം 50 വർഷത്തോളം കപ്പിത്താനായി സേവനമനുഷ്ഠിച്ചു. രാത്രിയിൽ മറ്റുള്ളവർ ഇരുട്ട് മാത്രം കണ്ടപ്പോൾ ഇബ്നു മാജിദ് ആകാശത്ത് ഒരു ഭൂപടം കണ്ടു. ധ്രുവനക്ഷത്രവും മറ്റു നക്ഷത്രങ്ങളും ഉപയോഗിച്ച് കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ അദ്ദേഹം മാർഗം കണ്ടെത്തി. ഏതു മാസത്തിൽ മൺസൂൺ കാറ്റ് എങ്ങനെ വീശും, ഏത് തുറമുഖം സുരക്ഷിതമാണ്, ഏത് കടൽപാത വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും, ഇതെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. കൂടാതെ മുൻകാല അറബ് നാവികരിൽ നിന്നും അറിവ് സമ്പാദിച്ചു. അദ്ദേഹം പരാമർശിച്ച 3 മഹാന്മാരായിരുന്നു മുഹമ്മദ് ബിൻ ഷാദാൻ, സഹൽ ബിൻ അബാൻ, അല്ലൈത്ത് ബിൻ കഹലാൻ. ഇവരെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രത്യേകം പരാമർശിക്കുകയും കടലിൻ്റെ സിംഹങ്ങളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെതായ പല ശാസ്ത്രീയ രീതികളും സ്വീകരിച്ചിരുന്നു. നാവിഗേഷനിൽ പുതിയ അറിവുകൾ വികസിപ്പിച്ചു. തൻ്റെ പുസ്തകങ്ങളിലും കവിതകളിലും അവ രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ കിതാബുൽ ഫവായിദ് ഫി ഉസൂൽ ഇൽമുൽ ബഹർ വൽ ഖവായിദ്. ഈ ഗ്രന്ഥം ഇന്ന് അറബ് സമുദ്ര നാവിഗേഷൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് ദിശ കണ്ടെത്തുന്ന രീതികൾ, മൺസൂൺ കാറ്റുകളുടെ സ്വഭാവം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കടൽപാതകൾ, തുറമുഖങ്ങളുടെ വിവരങ്ങൾ, സുരക്ഷിതമായ യാത്രാമാർഗങ്ങൾ എന്നിവ വിശദമായി രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഫവായിദ് നിരവധി ഓറിയന്റലിസ്റ്റുകളുടെ പ്രശംസയ്ക്ക് പാത്രമായി. ഈ കൃതി പ്രശസ്ത റഷ്യൻ ഓറിയന്റലിസ്റ്റ് ക്രാച്ച്കോവ്സ്കി, അദ്ദേഹത്തിൻ്റെ ശിഷ്യരായ തിയോഡർ ഷുമോവ്സ്കി, ഫ്രാൻ എന്നിവരാണ് പുനഃപരിശോധന നടത്തി പ്രസിദ്ധീകരിച്ചത്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന ഇബ്നു മാജിദ് ഫിഖ്ഹ്, അറബ് ഭാഷാ വംശാവലി, സാഹിത്യം, ചരിത്രം, അറബ് ഭൂമിശാസ്ത്രം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിലും ആഴത്തിലുള്ള അറിവുള്ള വ്യക്തിയായിരുന്നു. അറബികൾ ഉപയോഗിച്ചിരുന്ന നക്ഷത്രനാമങ്ങൾ കൂടാതെ പേർഷ്യൻ, ഗ്രീക്ക് പാരമ്പര്യങ്ങളിൽ നിന്നുള്ള നക്ഷത്രനാമങ്ങളും പരിചിതമായിരുന്നു. നക്ഷത്രങ്ങളുടെ ഉയരം, കയ്യിൽ പിടിക്കാവുന്ന അളവുകോലുകളുടെയും ആസ്ട്രോലാബ് പോലുള്ള ഉപകരണങ്ങളുടെയും സഹായത്തോടെ അദ്ദേഹം ആവർത്തിച്ചളക്കുകയും പരീക്ഷണങ്ങളിലൂടെ അതീവ കൃത്യമായ ഫലങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഈ അളവുകൾ പിന്നീട് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളുമായി താരതമ്യം ചെയ്തപ്പോൾ അതിശയകരമായ കൃത്യതയുള്ളവയാണെന്ന് പാശ്ചാത്യ പണ്ഡിതന്മാർ അംഗീകരിച്ചു.
ദക്ഷിണാകാശത്തിലെ ഇന്ന് മഗല്ലാനിക് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്ന 2 നക്ഷത്ര സമൂഹങ്ങളെ കൃത്യമായ വിവരണം നൽകിയ ആദ്യ വ്യക്തിയും ഇബ്നു മാജിദായിരുന്നു. യൂറോപ്യന്മാർ പിന്നീട് അവയ്ക്ക് മഗല്ലാനിക് മേഘങ്ങൾ എന്ന പേര് നൽകിയെങ്കിലും ഇബ്നു മാജിദ് അവയെ ആദ്യം കറുത്ത മേഘമെന്നും വെളുത്ത മേഘമെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം 41 നാവിഗേഷൻ കവിതകൾ രചിച്ചതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അവയിൽ 24 കൃതികൾ മാത്രമാണ് ഇന്നും ലഭ്യമായിട്ടുള്ളത്. ശേഷിക്കുന്നവ കാലക്രമേണ നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്നു. ഭാഷാപരമായും അസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചു. തമിഴ്, സ്വാഹിലി, സോഫാല, സെഞ്ചി, പേർഷ്യൻ, ജാപ്പനീസ്, സംസ്കൃതം എന്നിവ ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. ഇബ്നു മാജിദിൻ്റെ അവസാനകാല കവിതകളിലൊന്നാണ് ഹിജ്റ 906 രചിച്ച ദ പെയിൻറ്റഡ് പോം. ഇബ്നു മാജിദ് കടൽ യാത്രാശാസ്ത്രം ആദ്യമായി ക്ലാസിക്കൽ അറബിയിൽ കവിതയായും ഗദ്യമായും രേഖപ്പെടുത്തിയ വ്യക്തികളിൽ പ്രമുഖനായിരുന്നു. അദ്ദേഹം പുതിയ ശാസ്ത്രീയ പദങ്ങൾ അറബി ഭാഷയിൽ അവതരിപ്പിച്ചു. അനാവശ്യ അലങ്കാരങ്ങളില്ലാതെ വ്യക്തവും കൃത്യവുമായി ശാസ്ത്രീയ സത്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാശൈലി. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ വഴികാട്ടിയത് ഇബ്നു മാജിദാണെന്ന ഒരു പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ തെളിവുകളില്ല എന്നാണ് ചരിത്ര പഠനങ്ങൾ പറയുന്നത്. എന്തുതന്നെയായാലും ഇബ്നു മാജിദിൻ്റെ മഹത്വം കുറയുന്നില്ല. അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമുദ്രയാന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. കടലിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അനേകം നാവികർക്ക് വഴികാട്ടിയായി. അറബ് ലോകത്ത് ഇന്നും അദ്ദേഹത്തെ ആദരവോടെ അസദൽ ബഹർ എന്ന് വിളിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൻ്റെ തിരമാലകളിൽ ജീവിക്കുന്നു. കാരണം ചില മനുഷ്യർ കടലിലൂടെ യാത്ര ചെയ്യുന്നു, എന്നാൽ ചുരുക്കം ചിലർ കടലിൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്നു. അത്തരത്തിൽ ഒരാളായിരുന്നു അഹ്മദ് ഇബ്നു മാജിദ്.